കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ്. ആറാം വിരൽ മുറിച്ചു മാറ്റാനെത്തിയ 4 വയസ്സുകാരുടെ നാവിന്റെ തുമ്പ് മുറിച്ചു. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയാണ് കുട്ടി. കുഞ്ഞിന്റെ നാവിനും പ്രശ്നമുണ്ടായിരുന്നുവെന്നും തെറ്റിദ്ധരിച്ച് ശസ്ത്രക്രിയ ചെയ്യുകയായിരുന്നുവെന്നുമാണ് വിശദീകരണം. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, ഞെട്ടിക്കുന്ന വാർത്തയാണ്. കൈവിരലിന്റെ ശസ്ത്രക്രിയയ്ക്ക് എങ്ങനെയാണ് നാവിന് ശസ്ത്രക്രിയ നടത്തിയത്? എന്താണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം? ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. അതായത് കൈവിരൽ, ആറാമത്തെ വിരൽ മുറിച്ചു മാറ്റുന്നതിന് യാതൊരു ബന്ധവുമില്ലാത്ത നാവിന് ശസ്ത്രക്രിയ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു തമാശയ്ക്കൊപ്പം തന്നെ വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവം കൂടിയാണ്. ഇതിനെക്കുറിച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ, അതായത് അമ്മയും കുഞ്ഞും ആശുപത്രിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ ആശുപത്രി അധികൃതർ പറയുന്നത് ആറാമത്തെ കൈവിരൽ മുറിച്ചു മാറ്റുന്നതിനായി കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയപ്പോൾ കുഞ്ഞ് വലിയ ശബ്ദത്തിൽ കരയുന്നുണ്ടായിരുന്നു. ആ കരയുന്ന സമയത്ത് കുഞ്ഞിൻ്റെ നാവിന് പ്രശ്നമുള്ളതായി കണ്ടു. അങ്ങനെ ഡോക്ടർ തെറ്റിദ്ധരിച്ച് നാവിൻ്റെ ചെറുനാവ് എന്ന് പറയുന്ന ഒരു ഭാഗം വളർന്നിരിക്കുന്നുണ്ടായിരുന്നു. അത് ശസ്ത്രക്രിയ ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് അവിടുത്തെ ഡോക്ടർമാർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്. പക്ഷേ പുറത്തെത്തിയപ്പോൾ, അതായത് ശസ്ത്രക്രിയ കഴിഞ്ഞ് പുറത്തെത്തിയപ്പോൾ ആറാമത്തെ ചെറുവിരൽ മാറ്റിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ രക്ഷിതാക്കൾ ചോദിച്ചപ്പോഴാണ് ആറാമത്തെ വിരലിനായിരുന്നു സർജറി നടത്തേണ്ടിയിരുന്നത് എന്ന് ഡോക്ടർക്ക് മനസ്സിലായത്. ഉടൻ തന്നെ ആ ശസ്ത്രക്രിയയും ചെയ്യുകയായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്ന വിശദീകരണം. എന്നാൽ ഈ കാര്യത്തിൽ ബന്ധുക്കൾക്ക് പരാതിയില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം 2 ശസ്ത്രക്രിയയും ചെയ്തതിൽ ഡോക്ടർ തങ്ങളോട് മാപ്പപേക്ഷിച്ചുവെന്നും ഈ നാവിന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നതായി ഡോക്ടർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞതെന്നും ബന്ധുക്കൾ പറയുന്നു. പക്ഷേ ആശുപത്രി സൂപ്രണ്ട് പറയുന്നത് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ്. കാരണം ഈ 2 ശസ്ത്രക്രിയയും ഒരുമിച്ച് ചെയ്യാൻ ഡോക്ടർക്ക് ആരെ അധികാരം നൽകി, മാത്രവുമല്ല നാവിന് ഇത്തരത്തിലൊരു പിഴവുണ്ടായിരുന്നു എന്നത് ഡോക്ടർ ആദ്യമേ തന്നെ കണ്ടെത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തമല്ല. അതൊക്കെ അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും ഗുരുതര ചികിത്സാ പിഴവ് ഉണ്ടായിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ പോലീസിൽ പരാതിയൊന്നും നൽകിയിട്ടില്ല. കാരണം ഡോക്ടർ മാപ്പ് പറഞ്ഞതിനാൽ തങ്ങൾക്കും പരാതിയില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ബന്ധുക്കളുള്ളത്. ശരി, സാനിയോ മനോമിയ.